ഹലോ വെൽക്കം ബാക്ക് ടു ഇമാജിനേഷൻസ്. നമ്മൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സ് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ആരെങ്കിലും നിന്റെ വീഡിയോസ് കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2, നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സായി? ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ മച്ച് മണി യു മേക്ക് ഫ്രം യൂട്യൂബ്? യൂട്യൂബിൽ നിന്നും നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കി? ക്വസ്റ്റ്യൻ നമ്പർ 4, ക്യാൻ യു റിയലി മേക്ക് മണി ഫ്രം യൂട്യൂബ്? യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച് നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ദ വേ ഈസ് ഡൺ. കാരണം പലരുടെ മനസ്സിലും പല ഐഡിയാസ് കൊണ്ടിട്ട് അത് ആക്ഷൻ എടുക്കാൻ പല ഫിയേഴ്സും കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ആക്ഷൻ എടുത്തു, നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം മേജർ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാതിരിക്കാം. ബട്ട് വി ഹാവ് ടു പുട്ട് അവർ എഫേർട്ട്. നമ്മൾ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വൺ ഡേ യു വിൽ ബി ഷുവർലി സക്സസ്ഫുൾ. യൂട്യൂബിൽ നിന്നും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വരുന്ന 5 മെത്തേഡ്സ് ആണുള്ളത്. മെത്തേഡ് നമ്പർ 1 ഈസ് മോണിറ്റൈസേഷൻ. ഗൂഗിൾ ആഡ്സൻസ് വഴി മോണിറ്റൈസിങ് വഴി നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് യൂട്യൂബ് പ്രീമിയർ. തേർഡ് വൺ ഈസ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. നാലാമത്തത് മെർച്ചൻഡൈസിംഗ് ആണ്. അഞ്ചാമത്തത് ക്രൗഡ് ഫണ്ടിങ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ പ്രോഗ്രാമാണ്. ഗൂഗിൾ ആഡ്സൻസ് വഴി യൂട്യൂബിനെ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൽ ആഡ് വരുന്നതനുസരിച്ചിട്ട് നമുക്കൊരു കുഞ്ഞു റവന്യൂ വരും. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം എനേബിൾ ആവും? ഇല്ല എന്നതാണ് സത്യം. നമുക്ക് മോണിറ്റൈസേഷൻ പ്രോഗ്രാം എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് മിനിമം ലാസ്റ്റ് 365 ഡേയ്സിൽ, അതായത് ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ, അത് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അടുത്ത എങ്ങനെയല്ല, എപ്പം മുതൽ യൂട്യൂബ് നോക്കുമ്പോൾ അവസാനത്തെ 365 ദിവസത്തിനുള്ളിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് എനേബിൾ ആവുള്ളൂ. ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഭവമല്ല. ഇനി നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന കണ്ടൻസ് ആണ് ഇടുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടാവാൻ പാടില്ല. നമ്മുടെ വീഡിയോസ് ആഡ്സ് ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം യൂട്യൂബിലെ റവന്യൂ ജനറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആഡ്സ് ആണ്. അപ്പം അത്തരം ആഡ്സ് നമ്മുടെ വീഡിയോ വഴി പബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ യൂട്യൂബ് പോലും നമ്മുടെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ദേ ഓൾസോ വാണ്ട് ടു മേക്ക് മണി. ഇനി നമ്മൾ പറഞ്ഞു ഈ 4000 വാച്ച് അവേഴ്സ് ഒരു ഹ്യൂജ് ടാർഗറ്റാണ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഒരു ഇതില്ലെങ്കിൽ നമുക്കൊരു $100 പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയും നമുക്കൊരു വാച്ച് അവേഴ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു $100 പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലി നമുക്കൊരു 1000 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടും നോക്കാം. ഒരു ആസ് എ സ്റ്റാൻഡേർഡ് നമുക്കൊരു 1000 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് $1 മുതൽ $3, $1 to $3 ആണ് നമുക്ക് കിട്ടാൻ ചാൻസുള്ള റവന്യൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന കണ്ടൻസ്, നമ്മളൊരു സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻസ് ആണെങ്കിൽ, ഒരു ഫൈനാൻഷ്യൽ സർവീസോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസിനുള്ള യൂട്യൂബിന് കൂടുതൽ റവന്യൂ കിട്ടുന്ന ടൈപ്പ് ഓഫ് ആഡ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് $3 വരെ കിട്ടാം. ഇനി അതല്ല, നമുക്ക് നോർമൽ ജനറേറ്റ് ടാർഗറ്റ് ആണെങ്കിൽ നമുക്കത്, പിന്നെ നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ കൂടുതൽ റവന്യൂ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ റവന്യൂലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് നമുക്ക് റവന്യൂ വന്നു തുടങ്ങാം. ഇനി നമുക്ക് മെയിൻലി ഉള്ളത് 3 ടൈപ്പ് ഓഫ് ആഡ്സ് ആണ്. പ്രീ റോൾ ആഡ്സ്, സ്കിപ്പബിൾ ആഡ്സ്, മിഡ് റോൾ ആഡ്സ്. ഈ സ്കിപ്പബിൾ ആഡ്സ് നമുക്ക് ചിലപ്പം യൂട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ കാണാതെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആഡ്സ്. മിഡ് റോൾ ആഡ്സ് നോർമലി നമ്മുടെ വീഡിയോ 10 മിനിറ്റിന് കൂടുതൽ ഡ്യൂറേഷനുള്ള വീഡിയോസിൽ മാത്രമേ യൂട്യൂബ് മിഡ് റോൾ ആഡ്സ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാനൽ മെമ്പർഷിപ്പ് ആൻഡ് സൂപ്പർ ചാറ്റ്. അതായത് നമ്മളെ പേട്രൺ പ്രോഗ്രാമിംഗ് ഒക്കെ പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എവറി മന്ത് ഒരു ഫിക്സഡ് ഫീസ് തന്നിട്ട് നമ്മളെ ചാനലിലുള്ള ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ബാഡ്ജസ്, പുതിയ ഇമോജീസ്, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ക്യാബിൽ മെമ്പർഷിപ്പ് പോസ്റ്റുകൾ ഇടാൻ പറ്റും. പിന്നെ നമ്മൾ ചില കസ്റ്റം പേർക്സ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക.
ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് പ്രീമിയർ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരുടെ കമൻസ് നമുക്ക് പിൻ ചെയ്ത് അവർക്ക് പിൻ ചെയ്ത് അത്തരത്തിൽ ചെയ്യുക. പക്ഷേ നമ്മളെ കേരളത്തിലുള്ള യൂട്യൂബേഴ്സ് ആരും ഇത്തരത്തിലൊരു മെത്തേഡ് വഴി റവന്യൂ ജനറേറ്റ് ചെയ്തുവരെ ഞാൻ കണ്ടിട്ടില്ല. US ഒരുപാട് പേര് ചെയ്യുന്നതാണ്. നമ്മളൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വലിയ വലിയ യൂട്യൂബേഴ്സ് എല്ലാം അവരുടെ ചാനൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ സബ്സ്ക്രൈബേഴ്സ് റെഗുലറായിട്ട് നമുക്കൊരു മന്ത്ലി റവന്യൂ, അവരുടെ ഒരു മന്ത്ലി ഫീ ഉണ്ട്. നമ്മളെ ചാനൽ പ്രീമിയർ മെമ്പർഷിപ്പ് ആക്സസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രീമിയർ മെമ്പറായിട്ട് കിട്ടുന്ന റവന്യൂ ആണ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം. തേർഡ് മെത്തേഡ് ഈസ് സ്പോൺസർഷിപ്പ്. യൂട്യൂബിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് സ്പോൺസർഷിപ്പ് വഴി നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് വഴി കിട്ടുന്ന റവന്യൂയേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും ഇത്തരം സ്പോൺസേഴ്സിന്. നമ്മൾക്ക് വെറുതെ ഒരു സ്പോൺസേഴ്സ് കിട്ടുമോ? ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒരു സ്പെസിഫിക് സെഗ്മെൻറ്റിലേക്കുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്കുള്ള മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒരു നെയിൽ ആർട്ട് ചെയ്യുന്ന ഒരു ചാനലാണെന്ന് വിചാരിക്കാം. നമുക്ക് 10,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 20K to 100,000 ഒരു ലക്ഷം വരെ ആളുകൾ വരെ കാണുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം നെയിൽ റിലേറ്റഡ് പ്രോഡക്ട്സ് ചെയ്യുന്ന കമ്പനികളിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ കോൺടാക്ട് ചെയ്തിട്ട് ബൈ ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ കോൺടാക്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്തിട്ട് പറയാം, എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളുടെ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ സ്പോൺസർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് പ്രൂഫ് എല്ലാം കൊടുക്കാം. ഓക്കെ, എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ട്, നോർമലി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് ഇത്ര വ്യൂസ് കിട്ടാറുണ്ട്. ഏതൊരാൾ നമ്മളെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോർമലി അവർ നോക്കുക. ഇപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൽ ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ മുടക്കുന്ന പൈസക്കുള്ള റിട്ടേൺസ്, ഇമ്മീഡിയറ്റ് സെയിൽസ് ബൂസ്റ്റാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ഇത്ര വ്യൂവേഴ്സ് ഉണ്ട്, അപ്പോൾ ഇത്ര വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര റവന്യൂ തരണം. സാധാരണ നമുക്ക് 1000 വ്യൂസിന് ചാർജ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് ആഡ്സെൻസ് വഴിയാണെങ്കിൽ $1 to $3 ആണ്. ഇവിടെ നമുക്ക് $25 to $50 അല്ലെങ്കിൽ $100 വരെ ചാർജ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടൻസ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് ആണെങ്കിൽ അതുവഴി നമ്മൾ സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും നമ്മൾ അണ്ടർസെൽ ചെയ്യരുത്. നമുക്ക് നമ്മുടെ വീഡിയോ ക്വാളിറ്റി, നമ്മുടെ ഓഡിയൻസിന് അത്രയും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് ഫാക്ടേഴ്സ് എല്ലാം ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. മെത്തേഡ് നമ്പർ 4, മെർച്ചൻഡൈസിങ് ആൻഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇപ്പോൾ മെർച്ചൻഡൈസിംഗ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചാനൽ ഒരു വളരെ നല്ലൊരു ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. നമ്മുടെ ബ്രാൻഡ് ലോഗോ പ്രിൻ്റ് ചെയ്ത ടീഷർട്ട്, മഗ്സ്, അതുപോലെ തന്നെ മൗസ് പാഡ്, നമ്മൾ USB, അങ്ങനെ നമ്മളെ ബ്രാൻഡ് നെയിം വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെല് ചെയ്യുന്നതാണ് മെർച്ചൻഡൈസിങ് പ്രോഗ്രാം എന്ന് പറയുക. അപ്പം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം, നമ്മളത് ഉണ്ടാക്കണം, മാത്രമല്ല അതിൻ്റെ ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ മെർച്ചൻഡൈസിങ് പ്രോഗ്രാമുകൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സെല്ലിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ഫോട്ടോഷോപ്പ് പറയുന്ന ഒരു എഡിറ്ററാണ്, ഒരു പിക്ചർ നന്നായിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നോർമൽ ഫോട്ടോഷോപ്പ് കോഴ്സ് പഠിക്കുമ്പോൾ ആ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് അതിൻ്റെ ടൂൾസ് ഇങ്ങനെയാണ് ഉപയോഗിക്കുക, ഇങ്ങനെയാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുക, ഇങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്യുക, ഇന്നൊരു മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുക. പക്ഷേ നിങ്ങളൊരു ബ്രില്യൻ്റ് ഫോട്ടോ ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസൈനിങ് കോഴ്സ് നിങ്ങളൊരു ഫുൾ കോഴ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് Udemy, ടീച്ചബിൾ പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കോഴ്സ് ചെയ്തിട്ട് ആ കോഴ്സ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുമായി സെല് ചെയ്യാം. അതിൻ്റെ എങ്ങനെ ടീച്ചിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ, നിങ്ങളൊരു സമ്മറി പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വരുന്ന ബയേഴ്സിന് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ ഈസി ആയിട്ട് സെല് ചെയ്യാം. നമ്മൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ്, ഇത്തരത്തിൽ നമുക്ക് കോഴ്സുകൾ ചെയ്യാം, ബുക്സ് ചെയ്യാം, ഡിജിറ്റൽ റിലേറ്റഡ് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കതെല്ലാം നമുക്ക് സെല് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽസ്, വീഡിയോ എഡിറ്റിംഗ് ടിപ്സ്, അങ്ങനെ നമുക്ക് ഡിജിറ്റലി ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഈസി ആയിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്, അങ്ങനെയെല്ലാം നമുക്ക് യൂട്യൂബ് ചാനൽ വഴി നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൺ ടൈം എഫേർട്ടാണ് ഇത്തരത്തിലൊരു ടീച്ചബിൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന വൺ ടൈം എഫേർട്ട്. പിന്നീട് നമുക്ക് അത് സെല് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് റവന്യൂ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ആകെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലോഗോ ഡിസൈനറായി നിങ്ങൾക്ക് ലോഗോ ഡിസൈനിങ് സർവീസ് ഇത് വഴി സെല് ചെയ്യാം. അപ്പം അത് ഫീവർ പോലത്തെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഇത് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് നല്ലൊരു മെത്തേഡാണ്. പിന്നെ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ
റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആമസോൺ, ഈബേ പോലത്തെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ വഴി സെല് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ നമ്മൾ ഹൾക്ക് ചേട്ടൻ, ഇത് ആമസോണിലെ പ്രൊഡക്റ്റാണ്. നമുക്ക് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം ഞാൻ രജിസ്റ്റർ ആണ്. ഈ ഹൾക്കിനെ വാങ്ങാൻ ഉള്ള ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ട് ആ ലിങ്ക് വഴി പോയിട്ട് ഒരാൾ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ് ടു 10%, ചിലത് 15% വരെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, നമുക്ക് കിട്ടും. മാത്രമല്ല അതേ ബയർ തിരിച്ച് വന്നിട്ട് നെക്സ്റ്റ് 24 hours ബൈ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അഫിലിയേറ്റഡ് പ്രോഗ്രാം നമുക്ക് നന്നായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആമസോണും ഈബേയുമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ അഫിലിയേറ്റഡ് പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ പ്രൊഡക്റ്റ് ഇല്ല, നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നു, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അതിന് നമ്മൾ ആക്ച്വലി ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണം. അതുവഴി പക്ഷേ ആ പ്രൊഡക്റ്റിന് റിവ്യൂ നമ്മൾ ചാനൽ ചെയ്തിട്ട് നമ്മൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ നിന്നും നമ്മൾ യൂസേഴ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി അവരവിടുന്ന് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം സെയിം സംഭവം നമുക്ക് ഹൾക്കിനെ തന്നെ എടുക്കാം. നമ്മൾ ഈബേയിൽ ഈ പ്രൊഡക്റ്റ് കണ്ടു, നമ്മളൊരു ചെറിയ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ കയ്യിൽ ആക്ച്വൽ പ്രൊഡക്റ്റില്ല, നമ്മളതിൽ സ്റ്റോറില്ല. നമ്മൾ ഈ ഹൾക്കിൻ്റെ വില $5 ആണെങ്കിൽ നമ്മളൊരു 10 ഷിപ്പിംഗ് ചാർജ് എടുക്കാം, $10-15 നമ്മളുടെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഈ ഹൾക്കിനെ വിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു യൂസർ അത് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് കിട്ടും. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിനെ കുറിച്ചും ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ക്രൗഡ് ഫണ്ടിങ് യൂട്യൂബിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ക്രൗഡ് ഫണ്ടിങ്. ഉദാഹരണത്തിന് ഞാനൊരു വളരെ പോപ്പുലറായ ഒരു യൂട്യൂബറാണ്, എനിക്കധികം റവന്യൂ ഒന്നും ജനറേറ്റ് ആവുന്നില്ല. എനിക്ക് ഒരു നല്ലൊരു ക്യാമറ, നല്ലൊരു ഗിയർ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു മൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് വീഡിയോസ് ചെയ്യാം. നമുക്കൊരു എന്താ പറയുക, ട്രാവൽ ബ്ലോഗറാണെങ്കിൽ നമുക്കൊരു ഡ്രോൺ മേടിച്ചിട്ട് നമുക്ക് ഏരിയൽ ഷോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കതിന് ഫണ്ടില്ല. അപ്പം അത്തരത്തിൽ നമ്മുടെ യൂസേഴ്സിൽ നിന്നും ചെറിയൊരു ഫണ്ട് ശേഖരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരു റവന്യൂ ജനറേഷൻ മെത്തഡാണ് ക്രൗഡ് ഫണ്ടിങ്. ഇത് നമുക്കിപ്പം ട്രാവൽ ബ്ലോഗർ ആണെങ്കിൽ ഇപ്പം നെക്സ്റ്റ് ഞാനൊരു ഇറ്റാലിയൻ ട്രിപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു, എനിക്ക് അതിന് എത്ര പൈസ വേണം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ട്, ഇത്തരത്തിലൊരു അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് ആ റവന്യൂ ഉപയോഗിച്ചിട്ട് നമ്മളുടെ എയിംസ് ഫുൾഫിൽ ചെയ്യുന്ന മെത്തഡാണ് ക്രൗഡ് ഫണ്ടിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ തരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.